സ്തോത്രം. ഇങ്ങനെ ഈ യോഗത്തിൽ വന്ന് പ്രസംഗിക്കാൻ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ അവസരം ഒരുക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സഹശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസനും സ്തോത്രം ചെയ്യുന്നു. ഈ നിങ്ങളോടൊന്നിച്ച് നൽകിയ ഈ നല്ല കൂട്ടായ്മ എനിക്കും അനുഗ്രഹമായിരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ രാവിലെ വായിച്ച അതേ വേദഭാഗം തന്നെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഞാൻ രാവിലെ നിങ്ങളുമായിട്ടുള്ള ചിന്ത വെച്ച് ആൾ മാറുക. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആളിന് മാറ്റം വരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലത്തിലും എന്താകുന്നു, പുതുതായി മാറുന്നു. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ കാര്യം? ഒരുവന്റെ ഹൃദയത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞാൽ മാറ്റം സംഭവിക്കണം. സംഭവിച്ചില്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ യേശു വന്നിട്ടില്ല. യേശു വന്നിട്ടുണ്ടെങ്കിൽ മാറ്റം വരും. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ദമസ്കോസ് എന്ന ആ പട്ടണത്തിൻ്റെ വാതിക്കൽ വരെ അയാൾ ക്രിസ്ത്യാനികളെ കൊല്ലുവാനും അവരെ ഉപദ്രവിക്കുവാനുമുള്ള വരവായിരുന്നു. പക്ഷെ പെട്ടെന്ന് അയാൾ യേശുവിനെ കണ്ടു. ആ ദർശനം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു ഉള്ളത്തിൽ വന്നാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രണ്ടാമത്തെ ഒരു തലമാണ് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ആള് മാറും. പത്രോസ് ഭയങ്കര എടുത്തുചാട്ടക്കാരൻ അല്ലേ? യേശുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പിന്നെ അവനെ കാണുന്നത് അതിധൈര്യശാലിയായൊരു മനുഷ്യനായി മാറി. ദൈവത്തിന് സ്തോത്രം. ആള് മാറി. യേശു അവനെ കണ്ടുമുട്ടുന്ന സ്ഥലം എവിടെ വെച്ചാണ്? അവൻ്റെ സഹോദരനാണ് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നത്. അവൻ്റെ ജോലി എന്തായിരുന്നു? മീൻപിടുത്തമാണ്. ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മീൻപിടുത്തക്കാരൻ. അയാളെ ആരെങ്കിലും കണ്ട അത്ര വലിയ മൈൻഡ് ചെയ്യുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. പക്ഷേ അയാൾ ഇപ്പം നടന്നു പോയാൽ ആളുകളൊക്കെ റോഡിൻ്റെ സൈഡില് എന്ത് ചെയ്യുക? ആളുകളെ കൊണ്ട് ഇരുത്തിയിരിക്കുക. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ നിഴല് പോകുന്നുണ്ടല്ലേ? അപ്പോൾ അവൻ നടന്നു പോകുമ്പോൾ ആളുകളുടെ മേൽ അവൻ്റെ നിഴല് തട്ടും. നിഴല് തട്ടുമ്പോൾ ആളുകൾ സൗഖ്യമാകും. എന്താ കാര്യം? ഇപ്പൊ പോകുന്ന മീൻപിടുത്തക്കാരനായ പത്രോസ് അല്ല, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രൊഫഷൻ എന്തും ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നിങ്ങളുടെ പ്രൊഫഷൻ അല്ല ഇവിടെ പ്രധാനം.
നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി പോകണം. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ നിങ്ങൾ ആള് മാറി ഇവിടെ പോകണം. ആള് മാറണം. സ്ത്രീയായിട്ട് പുരുഷനായിട്ട് നിങ്ങൾ ആള് മാറണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു. ആ ടീമിൽ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഒരു പയ്യൻ വരും. ഒരു 10, 15, 16 വയസ്സുള്ളൊരു പയ്യൻ. അപ്പം ആ ടീം പ്രാർത്ഥന നടത്തുമ്പോൾ ഇവനും വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ടീം വർക്ക് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിക്കടുത്താണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന സുവിശേഷീകരണ പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പയ്യൻ അവിടെ വന്നിട്ട് പറയും, എനിക്കും നിങ്ങളെപ്പോലെ കർത്താവിൻ്റെ വേല ചെയ്യണം. പക്ഷെ രാവിലെ നോക്കിയാൽ ഇവനെ കാണില്ല. രാവിലത്തെ ഇവൻ്റെ ജോലി ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം രാവിലെ ഇവൻ ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ ബോട്ടുകൾ എടുക്കുന്ന സ്ഥലത്ത് വന്ന് ഈ ശുദ്ധജല മത്സ്യങ്ങൾ വാങ്ങി തിരുവല്ല റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ല വരെ നടക്കും. തിരുവല്ലയിൽ കൊണ്ടുവന്ന് മീൻ വിൽക്കും. തിരിച്ചതുപോലെ അയാൾ തിരിച്ചു വരും. വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിൽ പഠിച്ചിട്ടില്ല, വായിക്കാൻ അറിയില്ല. പക്ഷെ എല്ലാ ദിവസവും ഞങ്ങളുടെ ടീമിൽ വന്നിരുന്ന് അവൻ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേരളം അറിയപ്പെടുന്ന ശക്തനായൊരു ദൈവദാസനാണ്. ഇന്ന് അവൻ്റെ കൂടെ 10-40 പേരടങ്ങുന്നൊരു ടീമുണ്ട്. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ കൺവെൻഷൻ നടത്തിയത് അവനാണ്. അക്ഷരം വിദ്യാഭ്യാസമുള്ള അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരു വിദേശ രാജ്യത്ത് പോയി ശുശ്രൂഷിച്ചിട്ട് അവൻ വരുന്നു. വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു രാത്രി യോഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള 4 കോടി ജംഗ്ഷനിൽ ഒരു കാറിൽ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ അക്ഷരമെഴുതിയ ഒരു പേപ്പർ കണ്ടു. എന്നോട് പറഞ്ഞ, അച്ഛാ, ഇന്ന് ഞാൻ അക്ഷരം പഠിച്ചിട്ടില്ല, പക്ഷേ അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും, രോഗികൾ സൗഖ്യം പ്രാപിക്കും. അവനെ ആളുമാറ്റിയ ദൈവകൃപ നിനക്ക് വേണോ എന്നാ ഞാൻ ചോദിച്ചത്. എത്ര പേർ എൻ്റെ കൂടെയുണ്ട്? ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ വ്യാപരിക്കുന്ന ദൈവശക്തി, ഹല്ലേലൂയ, അതിന്ന് രാത്രി നമ്മൾ പ്രാപിച്ചെടുക്കണം. ഒരാമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഇപ്പോൾ ആളുമാറ്റുന്ന ദൈവകൃപ. പാസ്റ്റർ ഇവിടെ ബിജു എക്സ് എന്ന് പറയുന്ന എറണാകുളത്ത് പാസ്റ്റർ വന്നിട്ടുണ്ടോ? വരുത്തണം. അസാമാന്യ വ്യക്തിയാണ്. 1000 പങ്കെടുക്കുന്ന ഒരു ചർച്ചാണ് തനിക്കുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല, വിദ്യാഭ്യാസം ഇല്ല, അക്ഷരം അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഓസ്ട്രേലിയയിലെ കൺവെൻഷൻ പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ 12 ഡോക്ടർമാരുണ്ട്. പ്രസംഗിക്കുന്നത് ആരാ? വിദ്യാഭ്യാസം ഇല്ലാത്തവർ. പക്ഷെ അവൻ്റെ മേൽ ജ്ഞാനം പകർന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ വന്നത് നിനക്ക് പണം തരാനല്ല, നിനക്ക് വലിയ വീട് വെക്കാനല്ല.
അവന്റെ മഹാകൃപ, ഓ യേശുവിൻ്റെ നാമത്തിൽ, അവന്റെ മഹിമാധനം, അവന്റെ അളവറ്റ ദൈവകൃപ ഇന്ന് രാത്രി എൻ്റെ മൺകൂടാരത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ഇരിക്കരുത്. ആദരങ്ങൾ തുറന്ന് കർത്താവിനോട് ചോദിച്ചാട്ട്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ചിലരെ നോക്കുമ്പോൾ അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ചിലരുടെ ഇരിപ്പ് ഭയങ്കര രസമാണ്. ഇത് പകരപ്പെടാനുള്ള പാത്രമാണ്. ഇത് പകരപ്പെടാനുള്ള പാത്രമാണ്. ഇത് ഒഴിക്കേണ്ട, ഇത് ഒരു ജഗ്ഗായിട്ട് നമുക്ക് നോക്കാം. ഞാൻ 3 പൊസിഷൻ കാണിക്കാൻ പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ശ്രദ്ധിക്കണം. 3 ഇരിപ്പ് കാണിക്കാൻ പോവാ. ഇത് പകരാനുള്ള ജഗ്ഗാണ്, ഇത് പകരപ്പെടേണ്ട പാത്രമാണ്. ഇങ്ങനെ ഇരുന്നാൽ പകരപ്പെടുവോ? ഇപ്പൊ എങ്ങനെയാണ്? പകരപ്പെടേണ്ട പാത്രം മുകളിലും പകരുന്ന പാത്രം താഴെയും. ഇത് പരിശുദ്ധാത്മാവ് ചിന്തിക്കുക, ഇത് ഞാനാകുന്ന പാത്രമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പകരപ്പെടുവോ? ഇനി ചിലർ സ്റ്റാറ്റസിലിരിക്കുന്നത്, ഞാനും പരിശുദ്ധാത്മാവും തുല്യമാണ്. അവിടെ പകരപ്പെടുമോ? പിന്നെ ഞാൻ എവിടെ വരണം? ഉറക്കപ്പറ. ഒന്നുകൂടെ താഴെ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് എന്തിനാ? ഈ വിവാസ പ്രാർത്ഥന ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. താണിരുന്നാൽ പകരുന്ന പാത്രം പകരപ്പെടുന്ന പാത്രത്തിലേക്ക്. ഓ, ഇന്ന് രാത്രി മനസ്സിലായവർ ദൈവസന്നിധി താണുകൊടുക്കൂ. ദൈവസന്നിധി താണുകൊടുക്കൂ. ഹുര ഹസ രാധര ധനാര ഹത്തുര ലഭക്ഷ ധരാദിയാലഭ അധര ബൗഡാന രഗത്വര ദിയാലഭ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഹല്ലേലൂയ, പകരപ്പെടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. എന്താ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നിബന്ധനകൾ. ഹല്ലേലൂയ. ഇത് സൗജന്യമാണ്, വിലയില്ലാതെ തരാമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ അടുക്കൽ വരണം. എനിക്ക് നല്ല ദാഹമുണ്ട്, ഭയങ്കര ദാഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഗ്ലാസിൽ പാസ്റ്റർ വെള്ളം അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ദാഹമാണ്. പക്ഷെ എനിക്ക് ദാഹം വന്നപ്പോ ആ വെള്ളം എൻ്റെ അടുക്കിലോട്ടാണോ വരുന്നത്, ഞാൻ അങ്ങോട്ട് പോകണോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആ ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ടെന്ന് എനിക്കറിയാം. പാസ്റ്റർ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തു ചെയ്യണം? വെള്ളമുള്ള സ്ഥലത്തോട്ട് ചെല്ലണം. ഞാൻ എടുത്തു കുടിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു,
ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ആരുടെ അടുക്കൽ വരണം? ഇന്ന് രാത്രി ആള് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരുടെ അടുക്കൽ വരണം? യേശുവിൻ്റെ അരികിൽ വരണം. യേശുവിൻ്റെ അരികിൽ വരണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? യേശുവിൻ്റെ അരികിൽ വന്നാൽ ജീവന്റെ ജലം നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ആ മഹത്വം തിരിച്ചറിഞ്ഞവർ അവൻ്റെ അടുക്കൽ ഒന്ന് വന്ന് കുടിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരിക. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിബന്ധനകൾ നോക്കിയേ, ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ് ഈ മനുഷ്യനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത്. ഇവൻ ഓൾറെഡി, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അയാളുടെ നേച്ചർ എന്താണ്? മറന്നുപോയോ? അയാള് ധനികനാണ്, അയാള് കോമളനാണ്, അയാൾക്ക് ഭയങ്കര പൊക്കമുണ്ട്. പക്ഷെ അയാൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. എന്താണ്? ഞാൻ രാവിലെ പറഞ്ഞവർ മറന്നുപോയോ? ഇൻട്രോവർട്ടാണ്, അന്തർമുഖനാണ്. ചിലർക്ക് ഇവിടെ ഈ ചെവിന്ന് ഇപ്പുറത്തോട്ട് ദ്വാരം ഉള്ളത് കൊണ്ട് കയറത്തില്ല. അല്ലേ? ഇവിടുന്ന് കേൾക്കുന്നത് ഇതുവഴി അങ്ങ് നമ്മൾ അങ്ങനല്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം ഹൃദയത്തിലോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പൊതുവേ അന്തർമുഖൻ എന്ത് ചെയ്യത്തില്ല? വീട്ടിന് വെളിയിൽ ഇറങ്ങത്തില്ല. വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കാൻ തമ്പുരാൻ ചെയ്ത പരിപാടി എന്തെന്നറിയാമോ? അവൻ്റെ വീട്ടിലെ കഴുതകളെ കാണാതെ പോയി. ഉടനെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ശൗലേ, ഒരു വൃത്തിനെയും കൂട്ടി കഴുതയെ അന്വേഷിക്കാൻ. 3 ദിവസം വഴിദൂരം അവൻ പോയി. ഹല്ലേലൂയ. കഴുതയെ കണ്ടില്ല. തിരിച്ചു പോരാ നേരത്ത് ഭൃത്യൻ പറഞ്ഞു, എടാ യജമാനനെ, ഇവിടെ അടുത്തൊരു ദൈവപുരുഷനുണ്ട്. നിങ്ങൾ 9-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവപുരുഷനുണ്ട്, അയാളെ ഒന്ന് കണ്ടിട്ട് പോകാം. എന്നാൽ 9-ന്റെ അതിൻ്റെ മധ്യഭാഗത്ത് 15 എന്നുള്ള വാക്യത്തില് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, ഒന്ന് വായിക്കാമോ? എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അന്ന് മൊബൈലുണ്ടോ? ഉണ്ടോ? ലാൻഡ് ഫോൺ ഉണ്ടോ? ഇന്നല്ലേ നിങ്ങളുടെ പക്കൽ ആള് വരുന്നതിന് മുമ്പേ ഇന്ന ആൾ അങ്ങോട്ട് വരുന്നുണ്ട്, സൂക്ഷിക്കണേന്ന് മെസ്സേജ്. ഹല്ലേലൂയ. പക്ഷെ അന്ന് ഇതൊന്നും പറയാൻ ആളില്ല. ഉണ്ടോളെ? ആരുമില്ല. പക്ഷേ ഈ ശൗല് വരുന്നതിന് ഒരു ദിവസം മുമ്പേ ശമൂവേൽ പ്രവാചകന് തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തു, നാളെ ഈ നേരമാകുമ്പോ ഒരു ബെന്യാമിനായി ഒരുവൻ ഇവിടെ വരും. ഞാൻ ചോദിക്കുന്നത്, കഴുതയെ കാണാതെ പോയത് യാദൃച്ഛിക നടന്ന സംഭവമാണോ? അല്ല.
അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവത്തിൻ്റെ പ്ലാനായിട്ടാണ് അവനെ കഴുതകളെ കാണാതെ പോയത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വരുന്നതിന് മുമ്പ് തമ്പുരാൻ നിങ്ങളെ കണ്ടിരുന്നോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുമെന്നും ഈ രാത്രിയിൽ ഈ യോഗത്തിൽ ഇരിക്കുമെന്നും ആർക്കറിയാം? നിങ്ങൾ അറിയും മുമ്പേ അറിഞ്ഞ ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആ ദൈവത്തോട് ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് യാദൃച്ഛികമല്ല. ഹല്ലേലൂയ. അങ്ങയുടെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ മേൽ പകരാനുള്ള ദൈവകൃപ ഈ രാത്രി പകരണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് ചേർന്ന് പറയാൻ കഴിയും? കരമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നത് യാദൃച്ഛികമല്ല. ഞാൻ ഇവിടെ വരുന്ന കാര്യം ഞാൻ ഈ ചർച്ചിൽ വരുന്ന കാര്യം എനിക്ക് അത്ഭുതമാണ്, പക്ഷേ ദൈവത്തിന് അത്ഭുതമല്ല. ഞാൻ ഇവിടെ വരണമെന്നും ഈ വചനം ശുശ്രൂഷിക്കണമെന്നും ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണെങ്കിൽ ഈ രാത്രിയുടെ വന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞിട്ട് ഞാൻ യാദൃച്ഛികമായിട്ട് വന്നതല്ല, നീ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. ചില നഷ്ടങ്ങൾ വരുത്തി യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നഷ്ടങ്ങൾ വരുത്തി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനെന്നറിയാമോ? നിന്റെ മേൽ ഇന്ന് രാത്രി ഒരു അഭിഷേകം പകരാനുണ്ട്. വിശ്വസിക്കുന്നവർ അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താട്ട്. ഈ രാത്രി നീ വെറുതെ വന്നതല്ല. നിന്നെ ഈ രാത്രി അഭിഷേകം ചെയ്യാൻ ഒരുവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. കരങ്ങളെ തട്ടി ആ കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില യോഗങ്ങൾ ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ്. ഞാൻ ഒരു യോഗത്തിൽ പോയി പങ്കെടുത്തു. എൻ്റെ ഡിഗ്രി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ തേടി പോകാൻ തീരുമാനിച്ചു. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം സുവിശേഷ വേലയ്ക്കാണ്. വേറൊരു ജോലിക്ക് വേണ്ടിയല്ല എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. അങ്ങനെ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു AG ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഞാൻ പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉച്ചയ്ക്കാ ചെല്ലുന്നു. അവിടെ ഇതുപോലെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക. ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ ഞാൻ പുറകിൽ പോയിരുന്നു. ഞാൻ അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പിന്നീടാണ് എൻ്റെ പേര് മനസ്സിലാക്കിയത്, ഒരു കറുത്ത തടിച്ചൊരു മനുഷ്യനാണ് ശുശ്രൂഷിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് അന്വേഷിച്ച് അറിഞ്ഞു. മോർച്ചറി മത്തായിച്ചൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. പത്തനാപുരത്തുകാരനാണ് മോർച്ചറി മത്തായിച്ചൻ. എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോഴത്തെ കാര്യം നിങ്ങളൊക്കെ ജനിക്കുന്നതിനൊക്കെ മുമ്പാണ്. അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി. ഈ മനുഷ്യനെ മരിച്ചുപോയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇയാളെ കൊണ്ടുവന്ന് മോർച്ചറിയിൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. മോർച്ചറി വെച്ചപ്പം വീണ്ടും ചെന്ന് മോർച്ചറി എന്തോ വേറൊരു ബോഡിയും കൊണ്ട് ചെന്നപ്പോഴുണ്ട് അന്ന് കാണുകയാ മരിച്ചെന്ന് പറഞ്ഞ ആളെ എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ അയാൾക്ക് കിട്ടിയ പേരാണ് മോർച്ചറി മത്തായിച്ചൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യനാണ് ശുശ്രൂഷിക്കുന്നത്. ഞാൻ പുറകിലിരിക്കുക. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം എൻ്റെ തലയിൽ ഒരു ഭാരം. ഞാൻ കണ്ണ് മുകളിലോട്ട് നോക്കിയപ്പോൾ ഏറ്റവും പിന്നറ്റത്തിരിക്കുന്ന എൻ്റെ തലയിൽ ദൈവദാസൻ കൈവച്ച് എൻ്റെ ജനനം മുതൽ അന്ന് രാവിലെ സംഭവിച്ച സംഭവം വരെ ആത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി.
എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയാണ് നിനക്ക് ഈ പ്രായം വരെ കൊണ്ടുവന്നത്. ഞാൻ അവളോടൊരു വാക്ക് പറഞ്ഞു, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി അവനെ വേർതിരിച്ചാൽ അവനെ ജീവനോടെ വെക്കാം. പക്ഷേ നീ എന്നിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ നിന്നെ വെട്ടിക്കളയും. ഞാൻ അവിടെ മുട്ടുമടക്കി കരയാൻ തുടങ്ങി. ആ യോഗം എനിക്ക് മറക്കാൻ പറ്റില്ല. എന്നെ മാറ്റിമറിച്ചൊരു യോഗം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ രാത്രി സാധാരണ യോഗമല്ല, സാധാരണ യോഗമല്ല. ചിലരെ മടക്കി വരുത്തുന്ന യോഗം, ചിലരെ അഭിഷേകം ചെയ്യുന്ന യോഗം, ചിലരുടെ മേൽ ആത്മശക്തി നൽകുന്ന യോഗം. അതരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് അസാധാരണമായ ദൈവകൃപ, അസാധാരണമായ ദൈവകൃപ, യെസ്, അസാധാരണമായ ദൈവകൃപ അത് പ്രാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശമന ഹസ്തരാദിയാലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മാവ് പകരണമെങ്കിൽ ചില നിബന്ധനകൾ അനുസരിക്കണം. എന്താ നിബന്ധന? ശമൂവേലിനെ പോയി കണ്ടു, ആ രാത്രിയിൽ അവനോടൊപ്പം പാർത്തു. അവനോടൊപ്പം പാർത്ത് കഴിഞ്ഞ് വെളുപ്പിനെ അതിരാവിലെ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു എന്ന 9-ാം അധ്യായം 26-ാം വാക്യം പറയുന്നത്. ശമൂവേൽ പറഞ്ഞു, എഴുന്നേക്ക്, ഞാൻ നിന്നെ യാത്രയയക്കാം. അങ്ങനെ രണ്ടുപേരും, അവനും ശമൂവേലും വെളിയിലേക്ക് പുറപ്പെട്ടു. ഉടനെ പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ പറയാണ്, ശൗലിനോട് പറയുക, നിന്റെ കൂടെ നിൽക്കുന്ന ഭൃത്യനെ പറഞ്ഞയക്കണം, മുന്നോട്ട് പോകാൻ പറയണം. നമുക്കത് വായിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷേ അതിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൃത്യൻ സാധാരണക്കാരനല്ല. കഴിഞ്ഞ 3 ദിവസം ഇവനോടൊപ്പം സഞ്ചരിച്ച ഒരുവൻ, ഈ പ്രവാചകനായ ദൈവപുരുഷനെ പരിചയപ്പെടുത്തിയ മനുഷ്യൻ. ഇനി നിങ്ങൾ നോക്കിയ, ശൗലിന്റെ കൈ പൈസയൊന്നും ഇല്ല, ശമൂവേലിന് കൊടുക്കാനുള്ള സ്തോത്ര കാഴ്ചയില്ല. ഉടനെ ഈ ഭൃത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്. അപ്പോ ഈ ശമൂവേലിന് കൊടുക്കാനുള്ള സ്തോത്ര കാഴ്ച കൊടുത്തത് ആരാണ്? ഈ ഭൃത്യനാണ്. ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. കൂടെ നടന്നവനാണ്, ശമൂവേലിന്റെ അടുക്കൽ എത്തിച്ചവനാണ്, ശമൂവേലിന് കൊടുക്കേണ്ട സ്തോത്ര കാഴ്ച കൊടുത്തവനാണ്. അത്ര പ്രിയപ്പെട്ട ആ ഭൃത്യനെ മാറ്റിവിടാൻ നിങ്ങൾ അനുവദിക്കുമോ? നമ്മൾ പറയും, ശമൂവേൽ ഉപദേശി, അവൻ നിന്നിട്ടുള്ള ദൂത് കേട്ടാൽ മതി. പക്ഷേ ഇവനോട് തനിയെ പറയാനുള്ളൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ മേൽ ശക്തമായി ദൈവാത്മാവ് ഇറങ്ങി വരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ചിലതിൽ നിന്നും വേർപെടണം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചില ബന്ധങ്ങൾ ബന്ധനമായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിൽ നിന്നും മാറാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടതുപോലെ, ഹല്ലേലൂയ, ചില ബന്ധനങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയുന്നു, ആ വ്യക്തിയിൽ നിന്നും വേർപെടാൻ തയ്യാറാണോ? നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കാം. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്?
ചില അഡിക്ഷനിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വിശ്വസിക്കുന്നവർ നാവ് തുറന്ന് പറഞ്ഞാട്ട്. ചില അഡിക്ഷനിൽ നിന്ന് വേദപുസ്തകം വായിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആരാധിച്ചില്ലെങ്കിലും ചിലത് കണ്ടെങ്കിലേ ഉറക്കം വരൂ, ചിലത് കാണാൻ മണിക്കൂറുകൾ എടുക്കുന്നു. ഹല്ലേലൂയ. അഡിക്ഷന് മേൽ, ഫോൺ അഡിക്ഷന്റെ മേൽ, മൊബൈൽ അഡിക്ഷന്റെ മേൽ എത്ര പേർക്ക് ജയം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കാൻ പോവാ. ഞാൻ ആ ചലഞ്ച് വെക്കുന്നത് ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ഇതെന്റെ പദമല്ല ഫാസ്റ്റ്, ഇത് എൻ്റെ സ്നേഹിതന്റെ പദമാണ്. പ്രാർത്ഥിക്കുന്ന ദിവസം ഫോൺ മാറ്റി വെക്കുക. അന്ന് ഫേസ്ബുക്ക് നോക്കില്ല, ട്വിറ്റർ നോക്കില്ല, പിന്നെന്താ ഇൻസ്റ്റാഗ്രാം, പിന്നെ എന്തുണ്ട് വാട്സപ്പ്. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ തന്നെ മൊബൈലിൽ നോക്കുന്ന ചെറുപ്പക്കാരില്ലേ? എഴുന്നേറ്റുടനെ സ്തോത്രം പറയുന്നതിന് മുമ്പേ ഇന്നലെ ഞാൻ ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് അടിച്ചു, എത്ര വ്യൂസ് കിട്ടി. ഹലോ, നിങ്ങൾ ആരും അനങ്ങുന്നു പോലും ഇല്ലല്ലോ. നമ്മൾ ആത്മാവിനെ പകരാൻ വന്നിരിക്കുകയല്ലേ? പക്ഷെ ചിലതിൻ്റെ മേൽ, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ മക്കളെ? ഞാൻ പറഞ്ഞത് ശരിയാണോ മക്കളെ? ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ അത്രമാത്രം അടുപ്പം ആരുമായിട്ട് വന്നു? ഈ മൊബൈലുമായിട്ട് വന്നു. അത്ര അടുപ്പമാണ്. ഒരു ദിവസം അതില്ലാതെ വന്ന നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയില്ലേ? പണ്ട് രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന, അങ്ങനെയല്ല അച്ഛന്മാരെ, രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊരു അസ്വസ്ഥതയില്ലേ? കാരണം അത് അഡിക്ഷനാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മേലുള്ള അഡിക്ഷനാണ് ഫോണിലുള്ള അഡിക്ഷൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കതിൻ്റെ മേലൊരു ജയം വേണ്ടേ? മഹാനായ തമ്പുരാന്റെ മുമ്പിലല്ലേ നമ്മൾ ഇരിക്കുന്നേ? അവനോട് ചേർന്ന് വസിക്കാനല്ലേ നമ്മൾ വന്നിരിക്കുന്നേ? അവനുമായി സംസാരിക്കുമ്പോൾ ഈ ഫോൺ എന്താ നമുക്ക് വലിയ കാര്യമാണോ? എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? എത്ര പേർ ഹാലിൽ എൻ്റെ കൂടെ ഉണ്ട്? നിങ്ങളെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ഒരു കോൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പ്രിയപ്പെട്ടവരെ സംസാരിക്കുമ്പോൾ കോൾ വന്നാൽ എന്ത് ചെയ്യും? എന്താ നിങ്ങൾ കട്ട് ചെയ്ത്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുമായി സംസാരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നത്. അത് അവൻ്റെ സംഭാഷണത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്കറിയാം. ഇഷ്ടപ്പെടാനല്ലല്ലോ ഞാൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ രസകരമായൊരു സംഭവം കണ്ടു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നു. ഫോൺ എടുത്തു. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോള് വന്നത്. കോൾ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 അന്യഭാഷ പറഞ്ഞു. ആ സഹോദരൻ ഞാൻ പിന്നെ വിളിക്കാം. വാസ്തവത്തിൽ ആ വ്യക്തി ആരുമായിട്ട് കണക്റ്റഡ് അല്ല ആണോ? ദൈവമായിട്ട് കണക്റ്റഡ് ആണോ? എടാ, അന്യഭാഷ സംസാരിക്കുന്ന ആരോടാണ്? അപ്പോൾ ഏത് കോള് വന്നാലും ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തേക്കാൾ വലുതാണോ മറ്റൊരാൾ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് പ്രാധാന്യം എൻ്റെ കർത്താവാണ്, ബാക്കിയുള്ളതാണ് സെക്കൻഡറി. നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫോണിനേക്കാൾ വലുതായി ദൈവത്തെ കാണണം. ധൈര്യമുണ്ടോ ഒരു ദിവസം ഫോൺ മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിലിരിക്കാൻ?
എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരാൾ ഉപവസിക്കാൻ വേണ്ടി വന്നു. 21 ദിവസം അവൻ കൂടിരുന്ന് ഉപവസിച്ചു. 21ാമത്തെ ദിവസം ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് പരാതി പറയാ, അങ്കിളെ ഒരു കൃപയെ എനിക്ക് കിട്ടിയില്ല. ഉടനെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, നീ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൊന്ന് വരണം. പഴയ ഫോണാണ്, ഈ ഇൻബിൽറ്റ് അല്ല, പഴയ പീസാക്കാവുന്ന ഫോണാണ്. അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഒരു സിം എടുത്ത് ഒരു പേപ്പറിൽ പൊതിയാൻ പറഞ്ഞു. ബാറ്ററി എടുത്ത് വേറെ പേപ്പറിൽ, ബാക്കിയെല്ലാം കൂടെ വേറെ 3 കഷ്ണമാക്കി ഇതെടുത്ത് എൻ്റെ അലമാരയ്ക്കകത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, അങ്കിൾ എന്തിനത്? ഞാൻ 21 ദിവസവും കണ്ടു, നീ 10:30 ആകുമ്പോൾ ആലയത്തിൽ കയറും, 1:30 വരെ നീ വിശുദ്ധനാണ്. 1:30 കഴിഞ്ഞ് ഞാൻ നിന്നെ നോക്കുമ്പോൾ അടുത്ത 6:30 വരെ നിന്റെ കയ്യിൽ എന്തിരിക്കുക? രാത്രി 8:30 കഴിയുമ്പോൾ നീ ഉറങ്ങുന്നിടം വരെ ആടെ മുമ്പിലാ, ദൈവത്തിന് മുമ്പിലല്ല. നീ എന്തിനാണ് ഉപവസിച്ചേ? ദൈവസന്നിധിയിൽ ഇരിക്കാനാണോ? നീ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ വീട്ടിൽ പോകണം, ഈ ഫോണിനെ കുറിച്ചുള്ള ചിന്ത വേണ്ട. വീട്ടിൽ ചെന്ന് പപ്പായും മമ്മിയോട് പറയണം, ബാത്റൂം അറ്റാച്ച്ഡ് ആയുള്ള ഒരു റൂം എനിക്ക് വേണം, ഞാൻ എടുക്കുകയാണ്. മമ്മിയോട് പറയണം, ചൂടുവെള്ളം തിളപ്പിച്ച് കൊണ്ടുവരണം. പുറത്തിറങ്ങരുത്. 7 ദിവസം ഇരിക്കാൻ പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതൻ പ്രിൻസ്, അവൻ കർത്താവിൻ്റെ കൃപ പ്രാപിച്ചു പുറത്തിറങ്ങി. ഇന്ന് ഒരു വിദേശ രാജ്യത്തെ ഒരു സഭയിലെ ശുശ്രൂഷകനും വർഷിപ്പ് ലീഡറുമാണ്. ദൈവം ആ ആഴ്ചയിൽ അവനെ ഏൽപ്പിച്ച കൃപയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനിയും 16 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. പ്രാർത്ഥിക്കാൻ എത്ര പേർ കൂടെയിരിക്കും? ദൈവസന്നിധി സമയം വേർതിരിച്ചിരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിന്റെ ഹല്ലേലൂയ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഗ്രഹിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ആദരങ്ങൾ തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിന്നെ കാത്തിരിക്കുന്നത് അളക്കാൻ പറ്റാത്ത ദൈവകൃപയാ. അതുകൊണ്ട് ചിലതിനെ നോക്കി നോ പറയാൻ, ചിലതിനെ അകറ്റി നിർത്താൻ, ചിലതിൽ നിന്ന് വേർപെട്ടു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അളവില്ലാത്ത ദൈവകൃപ നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കൂ. Glory to God. Hallelujah. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ കൂടെ ദൈവം ഇരിക്കും. ആനോക്ക് ഒരു ദിവസമല്ല നടന്നത്, 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അവന് ബോറിംഗ് ഇല്ല. കാരണം ആരുടെ കൂടെ നടക്കുന്നേ? ദൈവത്തോടൊപ്പം. മോശ 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നു, ഇല്ലേ? അവന് വിശന്നോ? അവൻ വെള്ളം കുടിച്ചോ? ഇതൊന്നും ചെയ്തില്ല. പക്ഷെ താഴോട്ടിറങ്ങി വന്നപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ നോക്കല്ലേ, നിന്റെ മുഖത്തൊരു മൂടുപടമിടണം, കാരണം നിന്റെ മുഖത്തൊരു തേജസ് വരുന്നു. ഞങ്ങൾക്ക് നോക്കിക്കൂടാതെ വണ്ണം നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു. അതെ, ഇന്ന് രാത്രി ഇന്ന് രാത്രി ദൈവത്തോട് കൂടെ ഇരിക്കാമോ? നിന്റെ ത്വക്ക് പ്രകാശിക്കുന്ന തേജസ്സിന്റെ ശുശ്രൂഷ നിന്റെ മേൽ പകരാൻ എന്റെ ദൈവം
ഞങ്ങളുടെ മേ തേജസ് ഉണ്ടെന്ന് ചോദിച്ചു നിങ്ങളുടെ ദൈവദാസൻ ഭൂതങ്ങളെ പുറത്താക്കുന്നൊരു അധികാരമുണ്ട്. ബൈജു ബാലകൃഷ്ണത്തിലെ പ്രത്യേകതയുണ്ടോ? മാജിക്കൽ പവർ ഉണ്ടോ? ഇന്ന് പകലും ചില വിടുതല നടന്നല്ലേ ദിവസം പറഞ്ഞേ? എന്താ നിങ്ങൾ ചെന്ന് കൈവച്ചിട്ട് എന്താ പോകാത്തെ? നിങ്ങൾ കൈവച്ച പോണ്ടേ? വിഷ്ണു എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? വിഷ്ണു കൈവച്ച പോണം. അതിനുള്ള പവർ നീ വാങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ മേൽ തേജസ്സിന്റെ ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ പൈശാചിക തലങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു സഭയിലേക്ക് ഒരു ഭൂതം ഇളകി ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഭൂതം വിട്ടു പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭൂതം പറയാ, 2 മണിക്കൂർ കഴിയുമ്പോൾ തീ വരും. 2 മണിക്കൂർ കഴിഞ്ഞ് ഈ ഭൂതം വീണ്ടും പറയാ, 5 മിനിറ്റിനുള്ളിൽ തീ ഇവിടെ വരും. കേറി വന്നത് കറുത്ത ഒരു മനുഷ്യൻ. അയാളിങ്ങനെ നടന്നു പോകുന്ന പോക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി. ഭൂതം ബാധിച്ച സ്ത്രീ പറയുക, നോക്കല്ലേ, കണ്ണിൽ നിന്ന് തീ വരുന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും കത്താത്ത പുള്ളികളോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെല്ലാം പറഞ്ഞാലും നമ്മള് അങ്ങനത്തെ ഒരു പെന്തക്കോസ്ത് ലോകം ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഹലോ, അങ്ങനത്തെ ഒരു പെന്തിക്കോസ്ത് ലോകം ഉണ്ടെന്നറിയാവോ? ഇപ്പോഴത്തെ ആട്ടും പാട്ടും ചാട്ടമൊന്നും അല്ല. നടന്നു വന്നപ്പോ അവരെ കണ്ണൊന്നും നോക്കിയപ്പോ പിശാച് വിളിച്ചു പറയുക, നോക്കല്ലേ, കണ്ണിൽ നിന്ന് തീ വരുന്നു. അങ്ങനത്തെ ചില അഭിഷേകത്തിന്റെ മണ്ഡലത്തിലേക്ക് കൈ പിടിച്ചുയർത്താൻ ഈ പ്രാർത്ഥന ഹല്ലേലൂയ, ഈ പ്രാർത്ഥന മാറ്റം വരുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ സ്വപ്നം കാണണം, ആഗ്രഹിക്കണം. എനിക്കിത് വേണം, എന്റെ ജീവിതത്തിന് മാറ്റം വരണം. ഹല്ലേലൂയ, ഒതുങ്ങിക്കൂടി ഇരിക്കാനല്ല. ഓ ഹല്ലേലൂയ, എനിക്കിങ്ങനെ പോയാൽ മതി എന്ന് പറയാനല്ല. നിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഇന്ന് രാത്രി ജനിക്കണം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നമുക്കൊരു സെപ്പറേഷൻ വേണം, നമുക്കൊരു വേർപാട് വേണം. ചിലതിൽ നിന്ന് വേർപെടണം, ചിലതുമായി ചേർന്ന് നിൽക്കരുത്. നിന്റെ ആത്മീക ജീവിതത്തെ കാർന്നു തിന്നുന്ന കൂട്ടുകാരനാകട്ടെ, കൂട്ടുകാരിയാകട്ടെ, അല്ലാത്ത ബന്ധങ്ങളാകട്ടെ, ഇന്ന് രാത്രി അതിനെ അടിച്ചു മാറ്റാൻ വിശ്വസിക്കുന്നവർ, മനസ്സിലാകുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നിന്റെ രഹസ്യ മണ്ഡലത്തിലെ ബന്ധങ്ങൾ, ആ ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് അഴിയണമെന്ന് എത്രക്ക് ആഗ്രഹമുണ്ട്. ഈ രാത്രി അതിൽ നിന്ന് വേർപെടാൻ തയ്യാറാണോ? നിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവകൃപയുടെ വ്യാപാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വീണ്ടും ശൗലിനോട്
ശമൂവേല് പറയാ, നീ അല്പം നിക്ക, അല്പം നിക്ക. യു ഷുഡ് വെയിറ്റ് ബിഫോർ ഗാഡ്. നീ ദൈവത്തിൻ്റെ മുമ്പാകെ കാത്തിരിക്കണം, കാത്തിരിക്കണം. വചനം എന്താ പറയുക? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്ന് മനസ്സിലായി? കഴുകനെ പോലെ. കഴുകനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പരുന്തിനെ കണ്ടിട്ടുണ്ടല്ലേ? വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തല്ലേ? യാത്ര ചെയ്യുമ്പം ഇത്രയും, ഞാൻ വലിയ വിമാനത്തിൽ യാത്ര ചെയ്തിട്ട്, വലിയ പാസ്റ്ററൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് വലിയ വിമാനങ്ങളിൽ. പക്ഷെ ആകാശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗട്ടറി വീഴുന്നത് പോലെ വിമാനം കടന്ന് കുലുങ്ങും. ഇല്ല പാസ്റ്ററേ? എയർ ഗട്ടർ എന്നതിൻ്റെ പേര്. വിമാനത്തെ വരെ പിടിച്ചുലയ്ക്കുന്ന എയർ ഗട്ടർ. അത് വരുമ്പോഴേക്ക് അനൗൺസ്മെന്റ് വരും, വേഗം സീറ്റ് ബെൽറ്റ് ഇട് എന്ന് പറയും. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി വിമാനം കടന്നില്ലേ, നമ്മുടെ നാട്ടിലെ റോഡിൽ വീഴുന്ന പോലെ ഇത് കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ തമ്പുരാനെ തീർന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞ, കർത്താവേ, നിന്റെ സന്നിധിയിൽ ചേരാൻ പോകുന്നതിനായി സ്തോത്രം. എൻ്റെ ശരീരം മുഴുവനും വേർത്തു. ഞാൻ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ സ്ഥിരം യാത്ര, ആദ്യമായിട്ടല്ലേ പോകുന്നേ, ആ അടുത്തിരിക്കുന്ന കൂളായിട്ടിരിക്കുന്നു, അവരാരും അനങ്ങുന്നില്ല. പക്ഷെ ഞാനിരുന്ന് സ്തോത്രത്തിൽ ജാഗരിക്കുക. കാരണം താഴോട്ട് പോയ മൂളിൽ പോണ്ടേ. ഹല്ലേലൂയ. പിന്നെ ഇത് സ്ഥിര പരിപാടിയായപ്പോൾ മനസ്സിലായി ഇത് എയർ ഗട്ടറാണ്, വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാ. ഈ എയർ ഗട്ടർ എന്ന് പറയുമ്പോൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന വായുവുണ്ട്, താഴോട്ട് വലിക്കുന്ന വായുണ്ട്. ഈ പരുന്തും കഴുകനുമൊക്കെ നിമിഷ നേരം കൊണ്ട് മുകളിൽ പോകുന്ന ഈ എയർ ഗട്ടർ വഴിയാണ്. അല്ലാതെ കാക്ക പറക്കുന്ന പോലെ ഇങ്ങനെ പറന്ന് പറന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാക്കയ്ക്ക് നിൽക്കാൻ പറ്റുമോ? കാക്കയിടയ്ക്ക് പരുന്ത് പറക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കാൻ നോക്കും, ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളെ? പക്ഷെ അവൻ താഴോട്ട് പോരും, പരുന്തും കഴുകനും മുകളിലോട്ട് പോകും. നമ്മൾ നോക്കി നിൽക്കെ ഇവര് പെട്ടെന്ന് മുകളിലോട്ട് പോകുന്ന ഈ എയർ ഗട്ടർ വഴിയാണ്. ഈ എയർ ഗട്ടറിൽ വിമാനത്തെ ഒലയ്ക്കുന്നതാണെങ്കിൽ ഈ കഴുകനെ എങ്ങനെ നിർത്തുന്നേ? അതിനകത്ത് ഇവൻ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഇവന്റെ ചിറകിന് ശക്തി കുറഞ്ഞെന്ന് മനസ്സിലായാൽ പിന്നെ അവിടെ നിൽക്കില്ല. ഹല്ലേലൂയ. പിന്നെ അവൻ അവിടെ നിൽക്കില്ല. കാര്യം നമ്മളാണെങ്കിൽ ശക്തി കുറഞ്ഞതാണെങ്കിൽ അവിടെ രണ്ട് അന്യഭാഷ പറഞ്ഞ് നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കും. പക്ഷേ കഴുകൻ എന്തോ ചെയ്യുമെന്നറിയാവോ? നേരെ താഴോട്ട് വന്ന് വലിയ പർവ്വതങ്ങളുടെ മുകളിൽ വന്നിരിക്കും. അവിടെ വന്നിരുന്ന് തൻ്റെ ശരീരത്തിലെ തൂവലുകളെല്ലാം കൊത്തിക്കളയും. തൻ്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് ഈ നെഞ്ചുഭാഗത്തും മറ്റു പല സ്ഥലങ്ങളിലും മുറിവുണ്ടാക്കും. പഴയ രക്തം ഒഴുക്കിക്കളയും. അങ്ങനെ ചിറകും മുറിവ് ഇല്ലാതെ അല്ലെങ്കിൽ തൂവലുകളില്ലാതെ മുറിപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് സമാധിയിരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ സമാധിയല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഇവിടെ ഇരിക്കുമ്പോ, സമാധിയിൽ ഇരിക്കുമ്പോ അവനറിയാം നഷ്ടപ്പെട്ട രക്തം വീണ്ടും നിറയും, നഷ്ടപ്പെട്ട ചിറകുകൾ വീണ്ടും മുളയ്ക്കും. അത് മുളച്ച് അത് കിളിച്ചു വരുമ്പോ അവനറിയാം അവൻ്റെ ചിറകിനെന്തോ ശക്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, യൗവനം പുതുകി വരത്തക്കവണ്ണം. കഴുകന്റെ യൗവനം
പുതുകി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ശക്തി കുറഞ്ഞപ്പോൾ പാസ്റ്റർക്ക് ബോധ്യപ്പെട്ടു. ശക്തി കുറഞ്ഞപ്പോൾ ദൈവദാസൻ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് വെച്ചു. എന്തിനാണ്? ഹല്ലേലൂയ. ശരീരത്തിലെ വേണ്ടാത്ത രക്തമകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവകളെയെല്ലാം പുറത്ത് കളഞ്ഞിട്ട് പുതിയത് ചിലത് പ്രാപിക്കാൻ. ഹലോ, ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് കയറി വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ അധരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ, തുറന്ന് പറഞ്ഞാട്ടെ, തുറന്ന് പറഞ്ഞാട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യണം. എന്തിനാ? ലഭ്യമാകുന്നിടം വരെ. കർത്താവ് ഇങ്ങനെയാ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ആ വാക്യം ഒന്ന് വായിക്കാമോ കുഞ്ഞെ? ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49 മുതൽ താട്ട് വായിച്ചാട്ടെ. അവർ സന്തോഷത്തിൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, ലൂക്കോസ് സുവിശേഷം 24 വായിച്ചാട്ടെ. തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. 24 മോനെ? 49 പറഞ്ഞേ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ ഇറങ്ങി വരുവോളം കാത്തിരിക്കണം. പക്ഷെ അവിടെ ധരിക്കുക എന്നൊരു പദമാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന അർത്ഥം ക്ലോത്തിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവൻ ചിന്തിക്കുക. ഈ മൈക്രോഫോൺ ഞാനാണ്. ഉയരത്തിൽ നിന്ന് എൻ്റെ മേൽ വന്ന് കവർ ചെയ്തു. ഇപ്പൊ എന്നെ ആരും കാണുന്നില്ല. എന്നെ കവർ ചെയ്ത ഉയരത്തിലെ ശക്തി. ഞാൻ പറയുന്ന എത്ര പേര് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ക്ലോത്തിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനി ഞാൻ പോകുന്നിടത്തല്ല ആരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉയരത്തിലെ ആ പുതപ്പ് വാങ്ങാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ആ പുതപ്പ് കയ്യിലുണ്ടെങ്കിൽ യോർദാൻ നിന്റെ മുമ്പിൽ നിൽക്കില്ല. യോർദാൻ നിന്റെ മുമ്പാകെ വഴിമാറും. ഞാൻ പറയുന്ന എത്ര ഗ്രഹിക്കുന്നുണ്ട്? ഏലീശയുടെ പക്കൽ ഏലിയാവിന്റെ പുതപ്പ് കിട്ടിയില്ലേ? ആ പുതപ്പ് കൊണ്ട് യോർദാനെ തൊട്ടപ്പോ അത് രണ്ടായി മാറിയെങ്കിൽ ഈ രാത്രി ഉയരത്തിലെ ശക്തിയുടെ മുമ്പാകെ ചിലത് മാറിപ്പോകാൻ പോകുകയാ. മാറത്തില്ലെന്ന് പറയുന്ന ചിലതിനെ ഈ രാത്രി കർത്താവ് മാറ്റിവിടാൻ പോകുകയാ. ഹല്ലേലൂയ. Glory to God. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യത്തിലേക്ക് വന്നേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അവിടെ പറയും നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഹാബിറ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹാബിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം അധിവസിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഹോട്ടൽ മുറിയാണോ, ലോഡ്ജാണോ, അതോ നിങ്ങളുടെ വീടാണോ? ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട് ലോഡ്ജാണോ, ഹോട്ടൽ മുറിയാണോ, നിങ്ങൾ താമസിക്കുന്ന വീടാണോ?
വീടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എല്ലായ്പ്പോഴും പാർക്കുന്ന സ്ഥലം. ലോഡ്ജും ഹോട്ടൽ മുറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ 1-2 ദിവസം താമസിക്കുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ചിലർക്ക് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന് പേരുണ്ട്. വല്ലപ്പോഴും ഒരു വിസിറ്റേഷൻ നടത്താൻ ആരെ അനുവദിക്കും? പരിശുദ്ധാത്മാവിനെ അനുവദിക്കും. ഉപവാസ പ്രാർത്ഥനയുടെ ആ ദിവസങ്ങളിൽ മാത്രം ആരുള്ളൂ? ബാക്കി എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ എവിടെ കളയുക? പുറത്തിരുത്തിരിക്കുക. അങ്ങനല്ല. നീ ആകുന്ന മന്ദിരത്തിനകത്ത് നിരന്തരം വസിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരാമയും പറയാൻ എത്ര പേർക്ക് കഴിയും? അതിന് റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ നിങ്ങൾ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുമ്പോ വെയിറ്റ് ചെയ്യണം, വേർപെടണം. ഹല്ലേലൂയ. രാവിലെ വന്നായിരുന്ന മോൻ വന്നായിരുന്നു രാവിലെ. അങ്കിൾ എന്താ രാവിലെ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കാലങ്ങനെ വെച്ച് ഇരിക്കരുത്, ഇനി ഇരിക്കരുത്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം? മണിക്കൂറുകൾ നിന്നിട്ടേ അവിടെ പോയി ഇരിപ്പുണ്ട്, ഭയങ്കര വേദനയാണ്. ദൈവത്തിന് ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഉറക്കം അറിയാതെ ഉറങ്ങി. കാര്യം എന്താ? 11 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം എത്ര മണിക്കാണ് തീർന്നേ? 2-2:15 ദൈവത്തിന് സ്തോത്രം. ചിലർ പറയും ഉപദേശിമാർക്ക് ഒരു ജോലിയില്ലെന്ന്. 1/2 മണിക്കൂർ പ്രസംഗിച്ചു നോക്കി, അന്നേരം അറിയാം എൻ്റെ വേദന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പൈശാചിക തലത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. ആത്മമണ്ഡലത്തോട് യുദ്ധം ചെയ്താണ് ചിലരെ അതിൽ നിന്നും പിടിച്ചെടുത്ത് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കൂടെയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ രാത്രി ആള് മാറുന്ന ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മേൽ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വരണം. ശക്തിയോടെ ഇറങ്ങി വരണം. എങ്ങോട്ട്? നമ്മുടെ മേൽ ശക്തിയോടെ. ആ പദം തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. കറണ്ട് അടിച്ചവർ എത്ര പേരുണ്ട്? കറണ്ട് അടിച്ചിട്ടുണ്ടോടാ? എങ്ങനെയുണ്ടായിടാ? എങ്ങനെയുണ്ട്? പാസ്റ്റർ മോൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കറണ്ട് അടിച്ചപ്പം? നീ അനങ്ങാപ്പാറയായിട്ട് ഇവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം. കറണ്ട് അടിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പറയടേ. പാസ്റ്റർ മോൻ പറ, നീ കറണ്ട് അടിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ കൈ ഉയർത്തി. കറണ്ട് അടിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ജാമ്പവാന്റെ കാലത്തൊരു തേപ്പോട്ടി ഉണ്ടായിരുന്നു. അപ്പം മരിക്കുന്നിടം വരെ അത് കളയത്തില്ല. പുള്ളിയുടെ പൂർവ്വ സ്വത്താണ്. അത് നന്നാക്കി അതിങ്ങനെ വെച്ചിരിക്കും. അവസാനം ഞാൻ അതെടുത്ത് കളഞ്ഞു. കാര്യം എന്തറിയോ? ഈ തേപ്പോട്ടി വെച്ച് തേച്ചുകൊണ്ട് കൈ അറിയാതെ എങ്ങണം അതിൻ്റെ പുറത്ത് തൊട്ടുപോയാൽ ഞങ്ങൾ ഇങ്ങനെ തുള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗമൊന്നും അവന് വലിയ കാര്യമൊന്നുമില്ല. അടങ്ങിയിരിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താ ഞാൻ അങ്ങനെ തുള്ളാൻ കാരണം? ഒരു പവർ എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. എനിക്കൊരു ശക്തിയുണ്ട്, പക്ഷെ എൻ്റെ ശക്തിയേക്കാൾ ഉപരി എൻ്റെ ശരീരത്തെ വിറപ്പിച്ച ഒരു ശക്തി. ഹല്ലേലൂയ. നിങ്ങളെ മാനുഷികമായി കൈയടിച്ചു നോക്കിക്കോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൈയുടെ ഈ ഭുജം വേദനിക്കാൻ തുടങ്ങും. ആത്മാവിൽ കരമടിച്ചാൽ എത്ര അടിച്ചാലും നിങ്ങൾക്കൊരു ക്ഷീണം വരില്ല. ഹല്ലേലൂയ.
എൻ്റെ 2 സ്നേഹിതർ, ഒന്ന് MD തോമസ് കുട്ടി, മറ്റേത് വിജു ഐ സ്കറിയ. ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല മൺട്രോ തുരുത്തുന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പം അവിടുത്തെ കത്തോലിക്കർ പറഞ്ഞു, ഞങ്ങൾ കൈയടിച്ച് തോപ്പിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അപ്പോൾ അവരുടെ എന്താ, നമ്മൾ കൈയടിക്കുന്നതാണ് നമ്മുടെ രഹസ്യം. അവർ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞു ഓക്കെ. അവർ വന്നിരുന്നപ്പം പറഞ്ഞു, ഞങ്ങളെ പാട്ട് പാടും, കൈയടിക്കും, അന്യഭാഷ പറയും, അതൊക്കെ ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്തോ നിങ്ങൾ കൈയടി നിർത്തരുത്. കൈനടി നിർത്തിയാൽ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾ സ്ഥലം വിട്ടോണം. ആദ്യം ഒരു 10-60 പേര് ചേർന്നാ കൈയടിക്കാൻ തുടങ്ങിയത്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ 10 പേരെ മുമ്പിലുള്ളൂ. അപ്പോഴും നമ്മളെ ആൾക്കാരങ്ങനെ 100 നിൽക്കുക. ഒടുവിൽ വെല്ലുവിളിച്ചോ മാത്രം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അവൻ നിർത്തിയപ്പോഴും നമ്മുടെ പാസ്റ്ററും ഭാര്യയും വിജുവും ഭയങ്കര ആരാധന. എന്താ കാര്യം? അവർ മാനുഷികമായിട്ടല്ല കരമടിച്ച് ആത്മാവിലാലാണ് കൈയടിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ ചില ശബ്ദം ഉയർത്തുമ്പോൾ ചിലരങ്ങ് കൈ വേഗം അടിക്കും. അത് ആത്മാവിലുള്ള അടിയൊന്നുമല്ല, അത് ജഡത്തിന്റെ കൈയടിയാ. ജഡത്തിൽ കൈയടിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ കരങ്ങൾ അടിച്ചാൽ മതി. നമ്മുടെ ശൈലിയാണ് കരമടിക്കുക. ഈ ആഫ്രിക്കക്കാരൻ്റെ കാലേ കൂടെ ആത്മാവ് വരുന്നത്. അവൻ കാല് ഇങ്ങനെ തുള്ളി നിൽക്കും. കാരണം അവന്റെ ശൈലി അതാ. നാഗാലാൻഡുകാരൻ്റെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ അവൻ ആരാധിക്കുമ്പം ഹോ ഓഹോ. ഇംഗ്ലീഷുകാരൻ പറയുമ്പോ ഇങ്ങനെ കൈയൊക്കെ വീശി. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ എന്താ, ആദ്യത്തെ ആരാധനയും രണ്ടാമത്തത് വർഷിപ്പും. കേട്ടിട്ടില്ലേ പക്ഷേ? നമ്മൾ ആദ്യത്തെ ഡ്രം അടിച്ച് കൈകൊട്ടിയത് എന്താ ആരാധനയും, മറ്റേതെന്താണ്? ഇത് രണ്ടും ഒന്നല്ലേ? ആരാധന എന്ന് പറഞ്ഞാൽ ഈ കയ്യടിയും ബഹളവും ഒന്നും അല്ല. ബഹുമാനിക്കേണ്ടവനെ ഹൃദയം തുറന്ന് ആദരിക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. കൈ അടിച്ചോണ്ട് ഇടിക്കുന്ന പുള്ളികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആരാധന സ്ഥലത്ത് 2 പേർക്ക് ഇടി കൊടുക്കണം, അവരറിയാതെ ഇടി കൊടുക്കണം. 2 പേരുടെ ഇടയ്ക്ക് കയറി പുള്ളി ഇരുന്നു. പാട്ട് തുടങ്ങി, ആത്മാവിൽ ആരാധന തുടങ്ങിയപ്പോൾ പുള്ളിയും ആത്മാവിലെ ജഡത്തിന്റെ ആരാധന കേട്ടോ. പുള്ളി ഇടിച്ചിങ്ങനെ കയറുക. തമാശ പറഞ്ഞല്ല, തമ്പുരാൻ അവനെ തൊട്ടു. ഇതിനകത്ത് നിന്റെ കലാപരിപാടി നടത്താൻ വരുന്ന സ്ഥലമല്ല, ഇത് ആത്മാവിൽ ആരാധിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തെ തൊടുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ചിലപ്പോ നിങ്ങൾ താഴെ വീഴാം, ചിലപ്പോ നിങ്ങളുടെ ശരീരം ഷിവർ ചെയ്യാം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നിങ്ങളെ തൊടുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. വിശ്വസിക്കുന്നവർ ആദരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ഇന്ന് രാത്രി ആത്മാവേ എന്റെ ശരീരത്തിലേക്ക് ശക്തിയോടെ ഒന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ എത്തവർക്ക് കഴിയും. ദൈവശക്തി വന്നപ്പോ പല നിലകളില്ല. ഈ ഫാനിനകത്ത് വന്നപ്പോൾ ഫാൻ കറങ്ങി, കാറ്റ് കിട്ടി. ഈ ലൈറ്റിനകത്ത് വന്നപ്പോൾ പ്രകാശം കിട്ടി. ആ മൊബൈൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനകത്ത് പവർ വന്നപ്പോൾ അതിൻ്റെ ഫങ്ഷൻ നടന്നു.
ഇന്ന് രാത്രി വെറുതെ നിന്റെ മേൽ ആത്മശക്തി ഇറങ്ങി വരില്ല. നിങ്ങളിലൊരു ഫങ്ഷൻ നടത്താൻ, നിങ്ങളിലൊരു പ്രവൃത്തി ചെയ്യാൻ വെറുതെ എൻ്റെ ആത്മാവ് വരില്ലെന്നല്ലേ വചനം പറയുന്നത്. നിന്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്റെ മേൽ ഇറങ്ങി വരുന്നു. ഏൽപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? ഓ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ. ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ എത്ര പേര് അതിന് റെഡിയായി? ഒരു ദിവസം രാത്രി യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. സാധാരണ അന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഒരു അമൃത ട്രെയിൻ ഉണ്ടായിരുന്നില്ലേ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു 8 മണിക്കും കണ്ടു. അന്ന് പണ്ടൊക്കെ 10:30 ആണത് ട്രിവാൻഡ്രത്തിന് എടുക്കുന്നത്. ഞാൻ അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും 1:30-2 ആവും വീട്ടിൽ വരുമ്പോൾ. രാത്രിയിൽ ഒരു ദിവസം രാത്രി വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുക, വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും അതിൻ്റെ പ്ലഗ് ഊരിയിടണം. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇടി ഇതെല്ലാം ഊരിയിടട്ടെ. അപ്പോൾ അവൾ കിടന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ രാത്രി വന്ന് വലിയ വെളിപ്പാട് കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഇതങ്ങ് ഊരാൻ എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ ചെന്ന് ഇതെല്ലാം ഊരിയാൻ കിട്ടും. എന്നിട്ട് വന്നങ്ങോട്ട് കിടന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ദേശം മുഴങ്ങുന്നൊരു ശബ്ദം. പിന്നെ നോക്കിയപ്പോൾ മുറിക്കകത്തെല്ലാം പുകയുന്നു. പെട്ടെന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഫാൻ കത്തിപ്പോയിട്ടുണ്ട്, ലൈറ്റെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ആ ദേശത്ത് മുഴുവൻ ഇരുട്ടിലായി. ഹല്ലേലൂയ. രാവിലെ ഇറങ്ങി ചോദിച്ചപ്പം അയൽക്കാർ പറഞ്ഞു, ഫ്രിഡ്ജ് അടിച്ചു പോയി, മിക്സി അടിച്ചു പോയി, ഏതെല്ലാം കണക്ഷൻ ഉണ്ടോ അതെല്ലാം. റോഡിലോട്ട് ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ അതുവഴി 11 kV ലൈൻ പോകുന്നുണ്ട്. സാധാരണ അത് പൊട്ടാറില്ല, അതെങ്ങനെയോ പൊട്ടിയിട്ട് എങ്ങോട്ട് വന്ന് വീണു? സാധാരണ ലൈനില്ലേ നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് വലിക്കുന്ന ആ ലൈനിൻ്റെ മുകളിലോട്ട് വന്ന് വീണു. വീടുന്നുടനെ അവിടെ അങ്ങ് ഓഫാവും. അതാണ് അതിൻ്റെ സിസ്റ്റം. ജസ്റ്റ് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഈ സാധാരണ കമ്പിയിലേക്ക് വീണിട്ട് അതിനകത്തൂടെ പവർ എങ്ങോട്ട് വന്ന് കയറി? 240 വോൾട്ട് ഉള്ള നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? അകത്തുള്ള സകല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിയങ്ങ്. ഞാൻ ചോദിക്കുന്നത്, അതും കമ്പിയാണ് ഇതും കമ്പിയാണ്, പക്ഷെ ആ പവർ താങ്ങാൻ ഈ കമ്പിക്ക് പറ്റിയോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ വലിയ കൃപ പ്രാപിക്കത്തക്ക നിലയിൽ നിന്റെ സിസ്റ്റം റെഡിയായോ? റെഡിയാണോ? ഇന്ന് രാത്രി നിനക്കുള്ള ഓഫർ അളവില്ലാത്ത ദൈവശക്തിയാണ്. അളവില്ലാത്ത ദൈവശക്തി. പൗലോസ് പറയുന്ന പദം ഇങ്ങനെയാ, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന്. എന്താ പറഞ്ഞേ? അളവറ്റ വലിപ്പം. ഇമ്മെഷറബിൾ പവർ. നമുക്ക് അളക്കാൻ പറ്റാത്ത ദൈവദാസനെ നിങ്ങളുടെ മേൽ അതൊന്ന് പകരാൻ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ റെഡിയായിട്ടുണ്ടോ? അതരങ്ങ് തുറന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ, അതെന്റെ മേലൊന്ന് പകരണമേ. ഇനിയും പൗലോസ് പറയാ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ
നമ്മിൽ വ്യാപരിക്കുന്ന, ഹലോ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിനൊരളവുണ്ട്, ചിന്തിക്കുന്നതിനൊരളവുണ്ട്. അതിലുപരിയായി നിന്റെ മൺകൂടാരത്തിലേക്ക് ദൈവശക്തി പകരാൻ ചെയ്യുന്ന ശക്തി അത് വ്യാപരിപ്പിക്കാൻ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഈ ദിവസത്തിലെ പ്രാർത്ഥന എന്തിനെന്നറിയാമോ? അത് പ്രാപിച്ചെടുക്കാൻ അതരം തുറന്ന് പറഞ്ഞാട്ട്, ഈ ദൈവകൃപ എൻ്റെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഞാൻ ആളുമാറു. കരങ്ങളെ തട്ടി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. Glory to God. Hallelujah. Praise the Lord. പൗലോസ് വേറെ ഭാഷ പറയുന്നത്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. നിനക്ക് ബലഹീനതയുണ്ടെന്ന് തമ്പുരാൻ അറിയാം. പക്ഷെ ആ ബലഹീനത മേൽ അതിനെ ജയിക്കുന്ന പവർ നിനക്ക് നൽകാൻ ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി എൻ്റെ മൺകൂടാരത്തിൽ തരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ നമ്മുടെ സ്ഥിതി മാറുമോ? ഹല്ലേലൂയ. എൻ്റെ കൂടെയുണ്ടോ ദൈവമക്കളെ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തോട് ചോദിച്ചാട്ട്, ഈ അളക്കാൻ പറ്റാത്ത ദൈവശക്തി എൻ്റെ മൺകൂടാരത്തിൽ തരണം. പറയാൻ എത്ര പേർക്ക് കഴിയും? അതിന് നിനക്കൊരു നിർബന്ധം വേണം. എന്ത് വേണം? ഉറക്കെ പറ. എന്ത് ഈ നിർബന്ധം? എന്തോടാ നിർബന്ധം? എന്ത് ഈ നിർബന്ധം? കിട്ടിയില്ലേ? വാശിയെടുത്ത് കരയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അല്ലേ? കരയാറില്ലേ? അയ്യോ, കരയാത്തൊരു കുട്ടി ഇരിക്കുന്നു കേട്ടോ. കരയത്തില്ലെന്ന് ഇല്ലെന്ന്. വാശിയെടുത്ത് നമ്മളെന്ത് ചെയ്യും? കരയും. കിട്ടിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ചില പിള്ളേരെ കണ്ടാൽ നമുക്ക് പിടിച്ച് താഴെ ഇട്ട് ഉറക്കാൻ തോന്നും. അത്ര വാശിയാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നിർബന്ധം, എനിക്ക് കിട്ടണമെന്നുള്ള വാശി. ഇന്ന് രാത്രി ആ പവർ എനിക്ക് കിട്ടണമെന്നുള്ള വാശി എത്ര പേർക്കുണ്ട്? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നു വേണമെങ്കിൽ നിറച്ചിട്ട് തരൂല. അങ്ങനെ തരാനുള്ളതല്ല. നീ ഒരു മനസ്സ് വെക്കണം. ഹല്ലേലൂയ. എനിക്ക് പുറത്തു വരണമെന്നും എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്നും ഒരാഗ്രഹം. ആ രക്തസ്രവക്കാരി സ്ത്രീ അങ്ങനല്ലേ? യേശുവിൻ്റെ വർത്തമാനം കേട്ട ദിവസം മുതൽ അവൾ പറഞ്ഞു, ഞാൻ യേശുവിനെ കാണും, വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി യേശു വരുന്നു. അവൾ വീട്ടിലിരുന്നോ? എഴുന്നേറ്റു. ജനക്കൂട്ട നടുവിൽ ഇറങ്ങാൻ മടിയാണ്. എൻ്റെ ചിന്ത, അവൾ മൂടുപടമൊക്കെ ഇട്ടായിരിക്കും വന്നത്. കാരണം അവളെ കണ്ടാൽ അശുദ്ധ എന്ന് വിളിക്കും. പുറകെ കൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ ഇങ്ങനെ തൊട്ടു. നമ്മുടെ വസ്ത്രത്തെ തൊട്ടാൽ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? പക്ഷെ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. നിർബന്ധമുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. എനിക്ക് പ്രാപിച്ചേ പറ്റൂ. അങ്ങനെ പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ പറയുന്നവർ പറഞ്ഞാട്ടെ, എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ മേ ശക്തി പകരണം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടിരുന്നാട്ടെ. നമ്മൾ അല്പസമയം കൂടെ ദൈവത്തെ ആരാധിക്കാനുള്ള സമയമെടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിർബന്ധത്തോടെ പ്രാർത്ഥിക്കണം. നിർബന്ധം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അയാൾ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ യജമാനനും
പറഞ്ഞു, എടാ കുഞ്ഞെ ഇവിടെ പാർത്താൽ മതി, എന്നെ ദൈവം ബഥേലിലേക്ക് അയച്ചിരിക്കുക. പിന്നെ നിർബന്ധപൂർവ്വം പുറകെ നടന്നു. ബഥേലിൽ ചെന്നപ്പോൾ അവിടെ കുറേ പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവർ പറഞ്ഞു, എടാ നിന്റെ യജമാനൻ തലയ്ക്കൽ നിന്ന് എടുക്കപ്പെടുന്ന അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അവിടെ പാർത്തോളാൻ പറഞ്ഞു, അവിടെയും നിന്നില്ല. ഗിൽഗാലിൽ ബഥേലിൽ നിന്നും യെരിഹോവി വന്നു. അവിടെയും സെയിം ദൂത് കേട്ടു. അവൻ നിന്നോ? നിന്നില്ല. അവിടെ നിന്ന് ഏലിയാവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുക, ഞാൻ പോവാ. ഇപ്പൊ എലീശ ഒറ്റയ്ക്കല്ല, 19 പേര് കൂടെ ഉണ്ട്. അവര് കൂടെ പോവുക. ഏലിയാവ് പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. യോർദാൻ 2 വഴിമാറി. 50 പേര് ഇവിടെ നിപ്പുണ്ട്. പക്ഷേ വ്യത്യസ്തനായ ഒരുത്തനകത്തുണ്ട്. ഇവിടെ ഇത്രയും 10-100 പേരിന് മുകളിൽ ഇരിപ്പില്ലേ? പക്ഷെ ഇതിനകത്ത് ചിലര് പ്രാപിച്ചു കയറും. കാരണം അവർക്ക് വ്യത്യസ്തത ആവശ്യമുണ്ട്. ഇവർ 50 പേര് ഇവിടെ നിൽക്കുമ്പോൾ ഒരുത്തൻ മാത്രം അവന്റെ പുറകെ ഇറങ്ങി. അക്കരെ കയറിയപ്പോൾ പഴയതുപോലെ യോർദാൻ ഒഴുകി. അക്കരെ ചെന്നപ്പം ഏലിയാവ് എലീശയോട് ചോദിക്കുക, എടാ നീ എൻ്റെ ഭാഷ, എൻ്റെ വേർഷനാണ്, കുറേ നേരം അങ്ങ് ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച കണക്കിൽ ഏകദേശം 190 കിലോമീറ്ററോ മൈലോ എന്നങ്ങടെ എഴുതിയത് എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്. അത്രയും ദൂരം നടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാവലിക്കരയിൽ നിന്ന് ഇവിടെ വരാൻ ഏകദേശം 120-115 കിലോമീറ്റർ ഉണ്ട്. ഞാനിവിടുന്ന് കോട്ടയം വരെ പോകുന്ന ദൂരം ആര് നടക്കുക? എലീശ ഏലിയാവിൻ്റെ പുറകെ നടക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അക്കരെ ചെന്നപ്പം ഏലിയാവ് ചോദിക്കുക, എലീശ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? അപ്പോഴാണ് ഇവൻ്റെ അജണ്ട പുറത്തു വന്നത്. ഈ 50 പേർക്ക് ദൂതും വെളിപ്പാടും എല്ലാം ഉണ്ട്, പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തനാണിവൻ. ഹലോ, ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റർ എന്താ ഇവിടെ ശുശ്രൂഷിക്കുന്നതിന്റെ കാരണം? നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദാസൻ എന്താ ഇവിടെ ഇരിക്കാൻ കാരണം? നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി വ്യത്യസ്തമായി ചിലത് ചോദിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരം ഉയർത്തിയ മാത്രം പോരാ, ദൈവത്തോട് പറയണം, എന്നെ ഒരു ശുശ്രൂഷകനാക്കണം, എൻ്റെ മേൽ ചിലത് ഏൽപ്പിക്കണം, എൻ്റെ മേൽ പ്രവചിക്കാൻ പ്രവചനവരം ഏൽപ്പിക്കണം, എൻ്റെ മേൽ രോഗശാന്തിയുടെ വരം ഏൽപ്പിക്കണം, എൻ്റെ മേൽ വീര്യപ്രവൃത്തിയുടെ വരം ഏൽപ്പിക്കണം. എത്രവർക്ക് ചോദിക്കാൻ കഴിയും? ഈ പ്രാർത്ഥന, ഈ വരുന്ന ദിവസങ്ങളിലെ പ്രാർത്ഥന ഇവകൾ പ്രാപിക്കാനുള്ള സമയമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ഉടനെ എലീശ കൊടുക്കുന്ന മറുപടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. യജമാനനെ, ഞാൻ കുറെ കാലം നിന്റെ പുറകെ നടക്കുക. പണ്ട് ഞാൻ വയലിൽ നിന്ന് ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ പുതപ്പ് എൻ്റെ മേൽ വന്ന് വീണത്. അന്ന് ഞാൻ എൻ്റെ കാളയെ യാഗം കഴിച്ചു നിന്റെ പുറകെ നടന്നതാണ്. അന്ന് മുതൽ ഞാൻ കാണുന്ന കാഴ്ച, നീ വ്യത്യസ്തനാണ്. ഇസ്രയേലിൽ നിന്നെപ്പോലുള്ള ഒരുത്തനില്ല, നീ വ്യത്യസ്തനാണ്. ഞാൻ നിന്നിലൊരു കാര്യം കണ്ടു, നിന്നിലൊരാത്മാവുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വീര്യപ്രവർത്തികളൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. അവൻ ആ പവറല്ല ചോദിച്ചത്, യജമാനനെ അങ്ങയിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ, ഹല്ലേലൂയ, അതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എന്താ പറഞ്ഞേ? ഇരട്ടി പങ്ക്.
50 പേർ അപ്പുറത്ത് അക്കരെ നിപ്പുണ്ട്. അവർക്ക് പ്രവചനമുണ്ട്, ദൂതുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായി ചോദിക്കാൻ. ഹലോ ചെറുപ്പക്കാർ, എത്ര പേരുണ്ട്? എത്ര പേർ ഇന്ന് രാത്രിയുണ്ട് വ്യത്യസ്തമായി കർത്താവിനോടൊന്ന് ചോദിക്കാൻ? ഹല്ലേലൂയ. ഈ രാത്രി അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ഏലിയാവ് പറയുക, നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ. നമുക്ക് സിമ്പിളായി പറഞ്ഞു പോകാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യനെ പൊക്കിക്കൊണ്ടുപോകുന്ന കാറ്റ്? ഒരു വിമാനം പറക്കുമ്പോൾ ആ വിമാനത്തിന്റെ പുറകിൽ പോയി നിൽക്കാൻ പറ്റില്ല, നമ്മൾ പറന്നു പോകും. ഇവിടെ ചുഴലിക്കാറ്റാ വന്നേ അല്ലേ? പാലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ ചുഴലിക്കാറ്റടിച്ചാൽ മണൽക്കാറ്റുണ്ടാകുന്നത്. ഞാൻ പാർത്ത രാജ്യത്ത് അവിടെ മണൽക്കാറ്റ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, കാർ ഓടിച്ചു പോകാൻ പറ്റില്ല, മണൽക്കാറ്റ് വന്നിട്ട്. അതുകൊണ്ട് ആ സ്ഥലത്തെ പ്രത്യേകതകൾ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ചുഴലിക്കാറ്റ് നടുവിൽ ഒരു സാധാരണക്കാരന് കണ്ണു തുറന്നു വെക്കാൻ പറ്റുമോ? അസാധ്യമായിട്ട് കാര്യമാണ്. പക്ഷെ പ്രാപിക്കണമെന്നുള്ള നിർബന്ധം, അവൻ ഉയരുന്നത് കാണാൻ, അവൻ തടസ്സങ്ങളെ മറികടന്ന് ഏലിയ ഉയരുന്നത് അവൻ കണ്ടു. ഈ പ്രാർത്ഥനയിൽ ഒത്തിരി തടസ്സങ്ങൾ നിനക്കുണ്ടായിരിക്കാം, പക്ഷെ അവ മറികടന്ന് ആത്മശക്തി പ്രാപിക്കാൻ നീ അടുത്ത് വരുന്നുവെങ്കിൽ ഈ ഹോള് വിടുന്നത് വ്യത്യസ്തനായി ആത്മാവിൻ്റെ പകർച്ചയുമായി നീ പുറത്തു പോകും. വിശ്വസിക്കുന്നവർ ആദരം തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ഏലിയാവ് കയറിപ്പോയി, പക്ഷെ തിരിച്ചു കിട്ടിയത് എന്താ? ഒരു പുതപ്പ്. അക്കരെ നിൽക്കുന്ന 50 പേരുടെ ചർച്ച എന്താണെന്നറിയാവോ? അഹങ്കാരിയാണ് എലീശ. അവനോട് പലവട്ടം പറഞ്ഞിട്ടും ദൂത് കേട്ടിട്ടും അവൻ ഏലിയാവിൻ്റെ കൂടെ പോയി. എങ്ങനെ തിരിച്ചു വരുന്നു കാണണം. ഇതാ അവിടുത്തെ ഡിസ്കഷൻ. നോക്കിയപ്പോൾ ഒരുത്തം പറയുന്നു, ദൂരെ വരുന്നുണ്ട് അവൻ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പോകുകയാ? ഇക്കരെ അവർ ഡിസ്കഷൻ നടത്തുമ്പോ എലീശ അവന്റെ കയ്യിലെ പുതപ്പെടുത്തിട്ട് ഒരൊറ്റ ചോദ്യം, ഏലിയാവിന്റെ ദൈവം എവിടെ? ഒറ്റയടി 50 പേർ നോക്കി നിൽക്കെ യോർദാൻ 2 വഴിമാറി. കുഞ്ഞെ, നീ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കണ്ട് വിമർശിക്കുന്ന അനേകർ നിന്റെ അയൽപ്പക്കത്തുണ്ടായിരിക്കാം, നിന്റെ ദേശത്തുണ്ടായിരിക്കാം. അവരുടെ വിമർശനത്തിന് നീ മറുപടി കൊടുക്കാൻ പോകണ്ട. നിന്റെ അഭിഷേകം മറുപടി കൊടുക്കും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ചിലതിന് മറുപടി കൊടുക്കാൻ കഴിവില്ലാതെ ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകം. അതുകൊണ്ട് ഈ രാത്രി നീ പ്രാപിക്കേണ്ട അഭിഷേകം നീ പ്രാപിച്ചോണം. ദുരബല ഹസ്തര ബലഗ രഗദ രൗഡ ബാല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇക്കരെ വന്നവൻ എന്ത് ചെയ്തു? വന്നപ്പോ കാണുന്ന മുമ്പേ വിമർശിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പൊ എന്ത് ചെയ്യാ? മുട്ടുമടക്കി. മുമ്പേ പറഞ്ഞ നീ എന്ന് വിളിച്ചവർ ഇപ്പൊ പറയേ, യജമാനനെ ഞങ്ങൾ ആളയക്കട്ടെ. ഏലിയാവ് എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്ന് ആളയക്കട്ടെ. മുമ്പേ വരെ നീ എന്ന് പറഞ്ഞ എലീശയുടെ പേര് മാറി, അവൻ ആളുമാറി. ഇപ്പോൾ അവൻ യജമാനന്റെ പദവിയിൽ കയറി ദേശത്തെ നയിക്കുന്ന പ്രവാചകനായി മാറി. ആളുമാറ്റുന്നൊരഭിഷേകം നിന്റെ മേ പകരാൻ ദൈവം ഉദ്ദേശിക്കുമ്പോ അത് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ.
എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവരെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി പറയണം, ആ അളവില്ലാത്ത ദൈവശക്തി എൻ്റെ മൺകൂടാരങ്ങളിൽ പകരണം.